പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ബീഹാറിൽ BJP എന്താണ്, ഏത് തരത്തിലാണ് അവരെ റിസൾട്ട് വരിക എന്നുള്ളത് അവർ മുൻകൂട്ടി ഇലക്ഷന് മുൻപേ തന്നെ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ അവർക്ക് യാതൊരുവിധ ടെൻഷനും ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഇന്ത്യ മുന്നണിയെ പല തരത്തിലാണ് അവർ കബളിപ്പിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വെറും അവരുടെ കയ്യിലുള്ള ഒരു കളിപ്പാവയായി മാത്രം മാറിയിരിക്കുകയാണ് ആധുനിക ഇന്ത്യയിൽ. ഇലക്ഷന് തന്നെ ഒരു പ്രസക്തിയുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നാം ഓരോരുത്തരും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ആധുനിക ഇന്ത്യ എല്ലാ തലത്തിലും ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾക്കും വളരെ വിശ്വാസയോഗ്യമായ ഒരു സമിതിയാണ്. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആർക്കും തന്നെ ഒരു ആൾക്ക് പോലും വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇനിയുള്ള കാലത്ത് ഈ BJP തന്നെയാണ് ഭരണത്തിൽ തുടരുകയെങ്കിൽ ഇതിലും മോശമായ അവസ്ഥയിലായിരിക്കും. ഇനിയിപ്പോൾ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യം തന്നെ വരികയില്ല. ആ തരത്തിലേക്കാണ് അവർ രാജ്യത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു പ്രതിവിധി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടി ബാക്കി പുറമേയുള്ള MP-മാരെയും കൂടി കൂട്ടുകയാണെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ പറ്റും. കാരണം അവർ ചെറിയൊരു മാർജിനിലാണല്ലോ അവരിപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അത് ഒരു പ്രയാസകരമായ കാര്യമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് രാജ്യം ഇന്ന് ഈ രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ മുന്നണി ആ ഒരു തരത്തിൽ എങ്കിലും അധികാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജ്യം ഈ ഒരു രീതിയിൽ പോകുമായിരുന്നില്ല. അതായിരുന്നു നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഈ ഫാസിസ്റ്റുകൾ ഭരണകൂടത്തിൽ നിന്ന് ഒഴിവായെങ്കിൽ മാത്രമേ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഓരോ ദിനം കഴിയും തോറും രാജ്യത്തിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു എവരിവൺ. ഗുഡ് ബൈ.